Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ സിംഗിൾ മെഷീനിൽ മോട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ പെഡൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നൊക്കെ കമന്റിൽ എന്നോട് രണ്ടുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ഇതാണ് മോട്ടർ. ഇതൊരു സാധാരണ ചെറിയൊരു മോട്ടറാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലൊരു ബെൽറ്റ് കിട്ടും. പിന്നെ ഇതൊരു സ്ക്രൂ ആണ്, ബോൾട്ട് അടങ്ങിയിട്ടുള്ളൊരു സ്ക്രൂ ആണ്. അതുപോലെ തന്നെ ഇതാണ് പെഡൽ. ഈ പെഡൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പെഡലിനോട് ജോയിൻ്റ് ആയിട്ട് രണ്ട് വയറുണ്ട്. അതിലൊന്ന് നമുക്ക് മെഷീനിൽ കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പ്ലഗ് നമുക്ക് കറണ്ടിൽ കൊടുക്കാനുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ക്ലാമ്പ് ഉണ്ട്. ക്ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ക്ലാമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെഷീനിൻ്റെ ഹാൻഡ് വീലിന് തൊട്ട് താഴെ നമുക്ക് ഇതുപോലൊരു ഹോൾ കാണാം. ഈ ഒരു ഹോളിലാണ് നമ്മൾ ഈ മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ക്ലാമ്പിലും ഇതുപോലൊരു ഹോൾ കാണാം. ആ ഒരു ഹോൾ നമ്മൾ ക്ലാമ്പിലുള്ള ഹോള് മെഷീനിലെ ഹോളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സ്ക്രൂ നമുക്ക് ആ ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ സ്ക്രൂവിനെ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം കൈകൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ടൈറ്റ് ചെയ്യണ്ട. അതിനുശേഷം നമുക്ക് ഈ ഒരു ബെൽറ്റ് ഹാൻഡ് വീലിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ വള്ളി ഇടുന്ന ആ ഒരു ലൈനിൽ തന്നെയാണ് ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഇതുപോലെ നമ്മൾ വള്ളി ഇടുന്ന ലൈനിന് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് ഈ ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാനും അതുപോലെ തന്നെ ഊരാനും സാധിക്കും. ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു ബെൽറ്റ് നമ്മൾ വള്ളിയിടുന്ന ലൈന് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗത്തേക്ക് ആക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ വള്ളിയിടുന്ന ഭാഗത്ത് ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കുക. മോട്ടർ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് മോട്ടറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബെൽറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോട്ടർ താഴോട്ടാക്കി പിടിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ ബെൽറ്റ് കിട്ടും. ബെൽറ്റ് ടൈറ്റായി കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നല്ല ടൈറ്റിൽ ബെൽറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള കാർബൺ അഴിച്ചു മാറ്റി പുതിയ കാർബൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ കാർബൺ ഇട്ട് കൊടുത്താൽ മതിയാകും. അത് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. മോട്ടറിൻ്റെ കാർബൺ എന്ന് ചോദിച്ചാൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വയറ് നമുക്ക് മോട്ടറിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ രണ്ടാമത്തെ വയറ് നമുക്ക് കറണ്ടിലും കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് പെഡൽ കൺട്രോൾ ചെയ്യുന്നതെന്ന് യൂസ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു സ്ക്രൂ പെഡലിൻ്റെ സ്പീഡ് കൺട്രോളറാണ്. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്പീഡ് കുറക്കാനും കൂട്ടാനും സാധിക്കും. അതായത് ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രൂവിൽ വന്ന് തട്ടി നിൽക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡ് അവിടെ നിൽക്കും. ഇതുപോലെ പെഡലൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യുന്നത് കാണാം. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിന്ന് കാലെടുക്കുക. ഞാനിപ്പം മെഷീൻ വർക്ക് ചെയ്യുന്നതും ഇത് ഒരുമിച്ച് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് മെഷീൻ്റെ മുകളിൽ തന്നെ പെഡൽ വെച്ചിട്ടുള്ളത്. പെഡൽ നമ്മൾ സാധാരണ കാലിൻ്റെ ഭാഗത്ത് താഴെ വെച്ചിട്ടാണ് പെഡൽ ചവിട്ടുന്നത്. അപ്പോൾ നമ്മൾ സ്പീഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹാൻഡ് വീലിൽ കൈ വെച്ചിട്ട് നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാം. ഇനി നമ്മൾ മോട്ടർ ഇല്ലാതെയാണ് ചവിട്ടുന്നതെങ്കിൽ നമ്മുടെ കാലൊന്ന് പെഡൽ വെച്ച് കൊടുത്തിട്ട് ഹാൻഡ് വീല് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആദ്യം ഒന്ന് കറക്കി കൊടുക്കുക. അതിനനുസരിച്ചിട്ട് നമുക്ക് കാലുകൊണ്ട് ചവിട്ടി കൊടുത്താൽ മതിയാകും.
മോട്ടറിൻ്റെ പെഡൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് കാലുകൊണ്ട് ചവിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ചവിട്ടി കൊടുക്കാം. ആദ്യം മെല്ലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താനേ ഇതൊന്ന് ശരിയായിക്കോളൂ. നമുക്കിതൊന്ന് തുണിയിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ലോക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കാലുകൊണ്ട് നമ്മൾ പെഡൽ ചവിട്ടുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കൈ കൊണ്ട് ആ ഫുട്ട് ലിഫ്റ്റർ ഒന്ന് മെല്ലെ ഉയർത്തി കൊടുത്തിട്ട് മുമ്പോട്ടും ബാക്കോട്ടും ആക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിന് ലോക്ക് ഇടാൻ സാധിക്കും. നമുക്ക് പെഡൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നമുക്ക് നിർത്തണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കാല് അതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്യുക. നിർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് കാല് മാറ്റി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സ്പീഡ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പ്രസ് ചെയ്യുമല്ലോ. പ്രസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആ ഒരു പ്രഷർ നിങ്ങൾ കൂടുതൽ പ്രഷറിൽ കൊടുക്കുമ്പം അത് നല്ല സ്പീഡിൽ അങ്ങ് പോയിക്കോളും. നമ്മൾ ഈ പ്രസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പ്രഷർ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.